ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നോക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക അറസ്റ്റ്. മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കിയേക്കും. കഴിഞ്ഞ 2 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം വാസുവിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. രജീഷ് നരുക്കുനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജീഷ്, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ, മുരാരി ബാബു ആയിക്കോട്ടെ, ഇരുവരും അറസ്റ്റിലായതിന് പിന്നാലെ ഉയർന്നു കേട്ടൊരു പേര് കൂടെയായിരുന്നു ഈ വാസു. എന്നാൽ മതിയായ ഒരു തെളിവായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ ആവശ്യമായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ലഭിച്ച ശേഷമാണോ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെ? അവണി ഏറ്റവും സുപ്രധാനമായ ഒരു ചുവടുവെപ്പ് ഈ അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നു. ഈ കേസിലെ ഏറ്റവും പ്രധാനമായ 3ാം പ്രതിയായ എൻ വാസുവിനെ അല്പസമയം മുമ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈദ്യപരിശോധന ശേഷം ഇപ്പോൾ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും 2ാം പ്രതിയായ മുരാരി ബാബുവിനെയും 4ാം പ്രതിയായ ഷിജുവിനെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഈ അറസ്റ്റിലായ ഷിജുവിന്റെ മൊഴിയാണ് ഏറ്റവും നിർണായകമായതെന്നാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ കട്ടിളപ്പാളി, അതായത് ചെമ്പുപാളി, സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൽ പ്രധാന പങ്ക് എൻ വാസുവിനുണ്ടെന്നാണ് ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് എൻ വാസുവിനെതിരെ വലിയ രീതിയിൽ ഒരു ശക്തമായ മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിനെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഏറ്റവും ഒടുവിലായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ രഹസ്യമായി തന്നെയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധന പൂർത്തിയാക്കി എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നത്. റാന്നി കോടതിയിൽ ഇന്ന് കോടതി സമയം അവസാനിച്ച സാഹചര്യത്തിൽ ഇനി ചേംബറിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡിലാക്കുന്ന നടപടിയിലായിരിക്കും അന്വേഷണ സംഘം സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും പിന്നീട് കസ്റ്റഡി വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണുള്ള കാര്യം ഒക്കെ അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാകും. എന്തായാലും ഏറ്റവും സുപ്രധാനമായ ഒരു നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 1ാം പ്രതിയെയും 2ാം പ്രതിയെയും 4ാം പ്രതിയെയും അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് 3ാം പ്രതിയായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. അതിനൊക്കെ ഒരു ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെയും അടിസ്ഥാനത്തിൽ, മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 തവണ ദേവസ്വം കമ്മീഷണറായും 1 തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായും ചുമതല വഹിച്ച ആളാണ് എൻ വാസു. CPM ഏറ്റവും അടുത്ത ആളാണ്. പ്രതിപക്ഷ പാർട്ടികളടക്കം എൻ വാസുവിനെ CPM സംരക്ഷിക്കുന്നതടക്കമുള്ള ആരോപണം ഒക്കെ ഉയർന്നു വരുന്നു. അതിനൊക്കെ പുറത്തേക്ക് അന്വേഷണ സംഘം കൃത്യമായ ലീഡിലേക്കും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തതെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ കേസിൽ 1, 2, 3, 4 പ്രതികളുടെ അറസ്റ്റ് ഇതിനോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്വർണം കട്ടിളപ്പാളി കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കട്ടിളപ്പാളി കേസിൽ സ്വർണ്ണ കട്ടിളപ്പാളി ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയ സമയത്ത് എൻ വാസു ആയിരുന്നു അന്ന് ദേവസ്വം കമ്മീഷണർ എന്നും ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രേഖകളിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റ് 3 പ്രതികളും കൃത്യമായി എൻ വാസുവിന്റെ പങ്ക് എന്താണെന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസമായി നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിൽ എൻ വാസുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ എൻ വാസു കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരായെങ്കിലും കൃത്യമായ മറുപടി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നില്ല. പല കാര്യങ്ങൾക്കും തനിക്ക് ഓർമ്മയില്ല എന്നൊരു മറുപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ വാസു അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നത്. അതിന്റെ ഒടുവിൽ പിന്നീട് നടന്ന 2 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് എൻ വാസുവിന്റെ പങ്ക് കൃത്യമായി സ്ഥിരീകരിക്കുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. 2018 മുതൽ 19 കാലഘട്ടത്തിൽ ദേവസ്വം കമ്മീഷണറായി ജോലി ചെയ്ത ആളാണ് എൻ വാസു. ആ സമയത്താണ് ഈ തിരിമറി നടന്നിട്ടുള്ളതെന്നും അന്വേഷണ സംഘം കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ അല്പസമയം മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 തവണയാണ് ദേവസ്വം കമ്മീഷണറായി എൻ വാസു ഇപ്പോൾ പ്രവർത്തിച്ചത്. അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായും അദ്ദേഹം ചുമതല വഹിച്ചിരുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഉന്നതൻ എൻ വാസു ആണെന്ന് കൂടി നമുക്ക് നിലവിൽ പറയേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത ഏറ്റവും പ്രമുഖൻ എൻ വാസു ആണ്. ഇനി വാസുവിന് എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യം കൂടി വീണ്ടും ചോദ്യം ചെയ്ത ശേഷം മറ്റുള്ളവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ
റാന്നി കോടതിയിൽ ഹാജരാക്കുന്ന നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും. ഒരുപക്ഷെ കോടതി സമയം കഴിഞ്ഞതിനാൽ ജഡ്ജിയുടെ ചേംബറിലായിരിക്കും ഒരുപക്ഷെ ഹാജരാക്കാൻ സാധ്യത. അതിനുശേഷം റിമാൻഡിലാക്കും. അതിനുശേഷമായിരിക്കും വീണ്ടും അപേക്ഷ നൽകുക. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വേണമെന്നടക്കമുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം പിന്നീടായിരിക്കും ആവശ്യപ്പെടുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എൻ വാസു കേസിലെ മൂന്നാം പ്രതിയും ഏറ്റവും വലിയ ഉന്നതമായ എൻ വാസുവിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം അല്പസമയം മുമ്പ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കോടതിയിൽ ഹാജരാക്കുന്ന നടപടിയിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.